വെൽക്കം ബാക്ക് ടു മല ഫുട്ബോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനിയോസ് ചെയർമാൻ ആയിട്ടുള്ള ജിം റാറ്റ്ക്ലിഫിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കമന്റ്സ് ജിം റാറ്റ്ക്ലിഫ് ഈ ഇന്റർവ്യൂയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു, മറ്റു ചില കാര്യങ്ങളോട് പേഴ്സണലായിട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെ ഇത്രക്കും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബ് 2025 അവസാനമാകുമ്പോഴത്തേക്കും ബാങ്ക്രപ്സി സിറ്റുവേഷനിലേക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാൻ എന്ന രീതിയിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു റിയാക്ഷൻ? അതുപോലുള്ള മിസ് മാനേജ്മെന്റ് ഡിസിഷൻസ് ആണ് ഈ ഒരു ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി 300 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും ശക്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ മെഷേഴ്സ് കൊണ്ടുവരാതെ ഈ ക്ലബിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന സൂചനയാണ് പുള്ളി നൽകുന്നത്. എന്തായാലും മുണ്ട് മുറുക്കിയെടുക്കാനുള്ള തീരുമാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തു കഴിഞ്ഞു. ഒരുപാട് പേരെ പുള്ളി ഫയർ ചെയ്തിട്ടുണ്ട്, ഫ്രീബീസ് ഒക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ് വേജ് ബില്ല് തന്നെയാണ്. ഇപ്പൊ ലിവർപൂളുമായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ടോപ്പിലുള്ള ഒരു വേജ് ബില്ല് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കുന്നത്. ഈ ജനുവരി വിൻഡോയിൽ റാഷ്വുഡും സാൻജോയും ആന്റണിയും ഒക്കെ അടക്കം പല പ്ലേയേഴ്സിനെയും ലോണിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ പാർഷ്യലായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് ഇപ്പോഴും അവരുടെ സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇഞ്ചുവേർഡ് ആയിട്ട് പുറത്താണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഇഞ്ചുറി വരുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ആ ബെഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവനെ പോലുള്ള 18 വയസ്സുള്ള പിള്ളേർ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും തിന്നായിട്ടുള്ള ഒരു സ്ക്വാഡിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം? പിന്നീട് അമോറത്തിന്റെ കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പുള്ളി അവൈലബിൾ ആയിട്ടുള്ള സ്ക്വാഡിനെ വെച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് ജിം റാറ്റ്ക്ലിഫിന്റെ ഒരു അഭിപ്രായം. ഏർലി സ്റ്റേജസ് ആണ്, ഇപ്പം പുള്ളിയെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 3-4 പ്ലേയേഴ്സ് ഒക്കെ വന്നതിന് ശേഷം ഒരു നല്ല രീതിയിൽ യുണൈറ്റഡിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള പ്രതീക്ഷ പുള്ളിക്കുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോ ബോഡി ലാംഗ്വേജ് കൺസൾട്ടന്റിന് പോലും 175,000 ഓരോ വർഷവും യുണൈറ്റഡ് സ്പെൻഡ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള റോളൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ നമ്മൾ കാണുന്നത്. ആരാണ് ഈ റോള് റെക്കമെൻഡ് ചെയ്തത്, എന്തിനാണ് ഈ റോള് ക്രിയേറ്റ് ചെയ്തത്, ഈ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ചിലപ്പോ മെന്റലി ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫിസിയോയുടെ സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരിക്കാം ഈ ഒരു റോള് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. സാധാരണ നമ്മൾ ഫാഷൻ ഷോയോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് ബോഡി ലാംഗ്വേജ് കൺസൾട്ടന്റിനെ കാണാറുള്ളത്. ഇതുപോലുള്ള പല റോൾസിനെയും ജിം റാറ്റ്ക്ലിഫ് ഫയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺട്രാക്ടേഴ്സ് ആയാലും സപ്പോർട്ടിംഗ് സ്റ്റാഫിനൊക്കെയുള്ള ഫുഡ് പുള്ളി നിർത്തലാക്കി എന്നുള്ള ഒരു വാർത്തയുണ്ട്, അല്ലെങ്കിൽ ഫ്രീ ബീസ് നിർത്തലാക്കി എന്നുള്ളൊരു വാർത്തയുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് കൊടുക്കുന്ന ഫുഡാണോ അല്ലെങ്കിൽ 100 മില്യൺ കൊടുത്തിട്ട് ഓവർ പ്രൈസ് ആയി വാങ്ങിക്കുന്ന പ്ലേയേഴ്സ് ആണോ പ്രശ്നം എന്ന് പുള്ളി ഒരിക്കൽ കൂടി ആലോചിക്കണം. കാരണം ഒരു 10-50 പേര് ഒരു സീസണിൽ കഴിക്കുന്ന ഫുഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 മില്യണോ അല്ലെങ്കിൽ ഒരു 4 മില്യണോ താഴെയൊക്കെ വരും. അത് നിർത്തലാക്കിക്കൊണ്ട് ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ മൊറാല് പൂർണ്ണമായും കില്ല് ചെയ്യുക എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലേയേഴ്സിനെ വാങ്ങിക്കുമ്പോൾ ഒരു 10 മില്യൺ കുറച്ച് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് എറിക് ടെൻ ഹാഗിന് കൊടുത്തിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ്. പുള്ളിക്ക് കഴിഞ്ഞ വർഷം 1 വർഷത്തെ കോൺട്രാക്ട് കൂടി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പോൾ ജിം റാറ്റ്ക്ലിഫ് പറയുന്നത് അതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു. ഒന്നല്ല, ഒരുപാട് റോങ് ഡിസിഷൻസ് കഴിഞ്ഞ കുറെ സീസൺ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഡാൻ ആഷ്വർത്തിന്റെ കാര്യം റോങ് ഡിസിഷൻ, പ്ലേയേഴ്സിനെ ഓവർ പ്രൈസ് ആയിട്ട് വാങ്ങിക്കുന്നു റോങ് ഡിസിഷൻ, പ്ലേയേഴ്സിനെ കറക്റ്റ് സമയത്ത് സെല് ചെയ്യുന്നില്ല റോങ് ഡിസിഷൻ. ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് റോങ് ഡിസിഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആരാണ് ഈ റോങ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതില് ഇപ്പോ ജിം റാറ്റ്ക്ലിഫും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ്. ചില കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരണം. അത് വളരെ കറക്റ്റാണ്. ഈ അനാവശ്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്.
കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സൈനിങ് നടത്തുക. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.